ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണിവെച്ച് കെട്ടേണ്ട ദുരവസ്ഥയിലാണ് ജയ എന്ന വീട്ടമ്മ. 3 വർഷം മുൻപ് ഗൾഫിൽ വെച്ച് കാണാതായ മകൻ, 3 കുട്ടികളെയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്ന മകൾ, ഭർത്താവ് മരണപ്പെട്ട തൃശൂർ അരിമ്പൂർ നാലാംകല്ല് സ്വദേശി ജയയുടെ ജീവിതം സമൂഹ മനസാക്ഷിയെ അലിയിക്കുന്നതാണ്. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ ജയ എന്ന 56-കാരിക്കുണ്ട്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ നാലാംകല്ലിൽ സഹോദരൻ എടുത്തു നൽകിയ വാടക വീട്ടിൽ കഴിയുന്ന ജയയുടെ ജീവിതം ദുരിതപൂർണമാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. 3ാമത്തെ മകൾ ഭർത്താവിൽ നിന്നുള്ള ദുരിതങ്ങൾ മൂലം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മയുടെ ഒപ്പം കഴിയുന്നു. വീട്ടിൽ അംഗസംഖ്യ 5ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് നൽകുന്ന സാധനങ്ങളും വിധവാ പെൻഷനും കൊണ്ടുവേണം ഇവർക്ക് ജീവിക്കാൻ. ജയയുടെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം മുറിവ് വന്ന് പഴുത്തിരിക്കുകയാണ്. ആദ്യം തൃശൂരിലാണ് ചികിത്സിച്ചിരുന്നത്. എങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പിന്നീട് ചികിത്സയുണ്ടായത്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്തതിനാൽ പലപ്പോഴും സ്വയം മുറിവിൽ തുണി കെട്ടി ആരോടും പരിഭവം പറയാതെ ജീവിതം തള്ളി നിൽക്കുകയാണ് ഇവർ. എനിക്ക് എന്നിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 10 വർഷമായി കാലുമതിങ്ങനെ ഒടിഞ്ഞ് നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നിനും പറ്റാണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. വിദേശത്ത് ജോലി തേടിപ്പോയ മകൻ 29 വയസ്സുള്ള രാഹുൽ 3 വർഷമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. മകന്റെ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. അറിയാവുന്ന സുഹൃത്തുക്കളുടെ നമ്പറിൽ വിളിച്ചെങ്കിലും നടപടിയായില്ല. അധികൃതർ ഇടപെട്ട മകനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജയയുടെ ആവശ്യം. എൻ്റെ മകനെ കാണാനായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി ദുബായിക്ക് പോയതിന്. അപ്പം അതിനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. ഒരു വർഷം 1.5 വർഷത്തിൻ്റെ മുന്നേ കണ്ട് ഒരു അറിവൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഇത്രയും വർഷം കാണാണ്ടോ ഒരു അറിവും ഒന്നും ഇല്ലാണ്ടായിട്ടുള്ളത്. 3 നേരത്തെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായുള്ള പണം കണ്ടെത്താനായി മകന്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിലാണ് ജയ. അമൃത ന്യൂസ്, തൃശൂർ.